സഹോദരന്മാരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന്, പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് ഈ വഴി കടന്നു പോന്നപ്പോൾ പറയാൻ കാത്തുവച്ചിരുന്ന, ഒരുങ്ങി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചിട്ട് ചാപ്ലോ ആയി പോണെങ്കിൽ പോലും ഈ സഹോദരിമാർ നമ്മളുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നുകൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എന്റെ യാത്ര. ആ സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത്, അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, സഹനങ്ങൾ ഇതിലപ്പുറമാണെങ്കിലും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങളെ വിളിച്ചവൻ ജയിലിൽ കിടന്നവനാണ്. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിന് രൂപം നൽകുവാൻ തങ്ങളുടെ രക്തവും വെള്ളവും മുഴുവൻ ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒഴുക്കി തീർത്ത അപ്പസ്തോലന്മാരും ആദ്യകാല ക്രൈസ്തവ സഹോദരങ്ങളും ഞങ്ങളുടെ മുൻപിൽ മാതൃകയായുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ ദേവിക്കും ഞങ്ങളുടെ ഐക്യദാർഢ്യവും നിങ്ങളുടെ സഹനത്തിലുള്ള ഞങ്ങളുടെ ആത്മനാലുള്ള പങ്കുചേരുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പും ഞങ്ങൾ ഈ സമയം ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം നിങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂലൈ 25 കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നൊരാഴ്ചയായി നമ്മുടെ കേരളം കൊള്ളുന്നത് 2 വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഒന്നാമത്തെ വാർത്ത രാവിലെ തന്നെ വന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കുപ്രസിദ്ധനായ ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിൽ, അതീവ സുരക്ഷിതത്വമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടന്നു. ആ വാർത്ത വന്ന് നമ്മളെല്ലാം അന്താരിച്ചിരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത വാർത്ത വന്നു. 10:06 എന്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഗോവിന്ദസ്വാമി പിടിഞ്ഞു. നമുക്കൊക്കെ സമാധാനമായി. എങ്കിലും നമ്മളെല്ലാം ഒന്ന് അന്തരാപ്പിലായ സമയമായിരുന്നു. ഇവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കിണറ്റിൽ ഗോവിന്ദസ്വാമി ഉണ്ട് എന്നറിഞ്ഞ് എല്ലാവരും കൂടി വന്ന് പോലീസുകാര് അവനെ പിടിച്ചു കയറ്റിയ സമയത്ത്, ഈ ഗോവിന്ദസ്വാമിയെ കയറി വന്ന സമയത്ത് ഒരു മനുഷ്യൻ തല്ലാനായിരുന്നു. അപ്പോൾ പോലീസുകാരൻ വിളിച്ചു പറയുന്നുണ്ട്, തല്ലല്ലേ 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 എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം ഈ ഗോവിന്ദസ്വാമി അവന്റെ കൈയില്ലാത്ത ആ ഒരു കൈപ്പത്തി മുറിഞ്ഞു പോയ കൈ കൊണ്ട് വീശി പോലീസുകാരെ അടിക്കുകയും കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്തു എന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ നാം വായിക്കുകയുണ്ടായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗോവിന്ദസ്വാമിയെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം, ഉടനടി അത് പോലീസിനെ അറിയിച്ച് നിയമത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വാർത്ത, അതേ ദിവസം തന്നെ ഏകദേശം ഒരു 10 ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 മലയാളി സന്യാസിനികൾ അറസ്റ്റിലായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിന്റെ വാർത്തകളിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇവരുടെ ടിക്കറ്റ് പരിശോധിച്ച സമയത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് കാണുകയും ഈ കുട്ടികൾ പതറുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി ഉടനെ തന്നെ ടിറ്റി അറിയിച്ചത് ആ പ്രദേശത്തെ മത സംഘടനാ നേതാക്കളെ, ബജ്രംഗ് പ്രവർത്തകരെയാണ്. ഇവിടെ മുതലാണ് കഥ മാറുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥ നിലവിലിരിക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആവശ്യപ്രകാരമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമോ ഇഷ്ടപ്രകാരമോ 2 വ്യക്തികളെ ജയിലിലടയ്ക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള നമ്മളുടെയൊക്കെ വിശ്വാസത്തിന് ബദലും സംഭവിച്ചിട്ട് ഇന്നൊരാഴ്ച പിന്നിട്ടു. ഇവിടെ ഇരിക്കുന്നവർക്കും എനിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും കൃത്യമായി അറിയാം, ഈ സഹോദരിമാർ യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ജയിലിനുള്ളിൽ ഇപ്പോഴും കഴിയുന്നത്. ഞാൻ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ പകച്ചുപോയ മറ്റൊരു കാര്യം, ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ ലൊക്കാലിറ്റിയുടെ ബജ്രംഗ് പ്രവർത്തകരുടെ ലോക്കൽ ലീഡറായ ആ സ്ത്രീ ഇവരോട് ചോദിക്കുന്നവർ, ഇവരെ
ചോദിച്ച ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശോധിച്ചു. ഗൂഗിൾ പറയുന്നത് സത്യമാണെങ്കിൽ 1984 ബജ്രംഗ് പാർട്ടി രൂപീകൃതമായത്. എന്റെ പ്രായമേ 1984 രൂപം കൊണ്ട വെറും 41 വർഷം മാത്രം പ്രായമുള്ള ബജ്രംഗ് പാർട്ടി 1956 രൂപം കൊണ്ട കേരള സംസ്ഥാനത്തിൽ ജനിച്ച് അതിന്റെ മണ്ണിൽ വളർന്ന് അധികമായി 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഭാരത പൗരത്വമുള്ള 2 സ്ത്രീകളോട് ചോദിക്കുവാണ്, നിങ്ങൾ വിദേശികളല്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവരിന്ന് അവരോട് ചോദിച്ചെങ്കിൽ നാളെ നമ്മളുടെ നേരെ നോക്കിയും ഈ ചോദ്യം ആവർത്തിച്ചാൽ അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ ജാഗരൂകതയ്ക്ക് വേണ്ടി അതിനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്നിവിടെ ഇങ്ങനെയൊരു യോഗം നമ്മൾ ഒന്നിച്ചേർന്നിരിക്കുന്നത്. ഇതില് വിഷയ അവതരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വിഷയം എല്ലാവർക്കും അറിയാം. കൃത്യമായി പരിശോധിച്ചാൽ വിഷയ അവതരണത്തെ കുറിച്ച് ഇവിടെ അഭിനന്ദ പിതാവും സ്വാഗതം പറയുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഒക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഇനി എനിക്ക് പറയാനുള്ളത്, ഇവരുടെ മേൽ ചാർത്തിയ 2 കുറ്റം: നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും. നമുക്കറിയാം, ഈ കഴിഞ്ഞ 30-ാം തീയതി മിനിഞ്ഞാന്ന് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ആയിരുന്നു. അന്ന് കേരള കത്തോലിക്ക സഭയിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 46,000 മനുഷ്യക്കടത്തിനിരയായ വ്യക്തികളെയാണ് ഈ കത്തോലിക്ക സഭ അമൃത് എന്ന പേരുള്ള ഒരു സംഘടനയുമായി ചേർന്നത്. കത്തോലിക്ക സഭയുടെ സന്യസ്തരായ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന സംഘടന അമൃതിന്റെ നേതൃത്വത്തിൽ 46,000 മനുഷ്യക്കടത്തിനിരയായ വ്യക്തികളെയാണ് റെസ്ക്യൂ ചെയ്ത് വിവിധ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ ഇവർക്ക് ജാമ്യം നിഷേധിച്ച് ഇതേ കുറ്റം ചുമത്തി ആർക്കു വേണ്ടി നിൽക്കുന്നുവോ അവർക്കെതിരായി അതേ കുറ്റം ചുമത്തി 2 സമർപ്പിതർ അവർ ജയിലിൽ കഴിയുകയാണ്. എന്താണ് മതപരിവർത്തനം? ഈ കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരാളുടെ സമ്മതമോ അറിവോ കൂടാതെ നിർബന്ധിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തെയോ മറ്റൊരു മതത്തെയോ വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് മതപരിവർത്തനം. ഇവിടെ കൃത്യമായിട്ട് ഈ പെൺകുട്ടികൾ പറയുന്നത്, ഞങ്ങൾ ആരുടെയും സമ്മതം കൂടാതെ ആരുടെയും പ്രേരണ കൂടാതെയോ അല്ലെങ്കിൽ നിർബന്ധം കൂടാതെയോ ആണ്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് ജോലിക്ക് പോയതെന്നും ഞങ്ങൾ വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്ന വ്യക്തികളാണെന്നും പറയുന്നുണ്ട്. പിന്നെ ആർക്കാണ് പ്രശ്നം? അതുപോലെ തന്നെ എന്താണ് മനുഷ്യക്കടത്ത്? മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടോ മനുഷ്യരെ കടത്തിക്കൊണ്ടു പോകുന്ന അടിമകളായിട്ടോ ഒക്കെ കടത്തിക്കൊണ്ടു പോകുന്നതിനാണ് ഇത്തരത്തിലുള്ള രഹസ്യമായി മനുഷ്യനെ കടത്തിക്കൊണ്ടു പോകുന്നതിനാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ രഹസ്യമായിട്ടാണ് സന്യസ്ത്രീ കുട്ടികളെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷൻ വേണമായിരുന്നില്ല. അവർക്ക് ഭൂഗർഭപാത നിർമ്മിച്ച് അവർക്ക് കൊണ്ടുപോയി കൂടായിരുന്നു. എല്ലാവരുടെയും കൺമുൻപിൽ കൃത്യമായ രേഖകളോടും ആധാർ കാർഡും ഇവരുടെ മാതാപിതാക്കളുടെ സമ്മതപത്രത്തിന് സമ്മതപത്രവും അതുപോലെ തന്നെ മറ്റെല്ലാ ക്രയവിക്രയങ്ങളും കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സഹോദരിമാർ അവരോടൊപ്പം യാത്ര ചെയ്തത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്യായമല്ല. ഇവിടെ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഒരു അന്യായവും ഞങ്ങൾക്ക് നടപ്പിലാക്കി തരാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അത് ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭരണഘടനയുടെ മുഖം വികൃതമാകുന്നതും നമ്മളെയും മറ്റുള്ളവരെയും അവബോധത്തിലേക്ക് നയിക്കുവാനും വേണ്ടി കൂടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ 21 ആർട്ടിക്കിളിൽ പറഞ്ഞു, റൈറ്റ് ടു ലൈഫ്, മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, റൈറ്റ് ടു ബി ഹേർഡ്. ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കാതെ അവളെ ഒരു തരത്തിലും ആർക്കും അറസ്റ്റ് ചെയ്യാൻ അവകാശമില്ല. ഇത് പറയുമ്പോഴാണ് ആ സ്ത്രീ, ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ, ഇവരോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോ ഒരു വാക്ക് മറുപടി പറയാൻ വാതുറക്കുമ്പോൾ ഒരൊറ്റത്തട്ടാണ്. അതിന്റെ മലയാള പരിവർത്തനം വന്നു, നിന്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കട്ടെ, വാതുറക്കരുത്. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന
ഞാൻ വിചാരിക്കുന്നില്ല ഒരു സന്യാസിനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സന്യാസിനി നോക്കിക്കോളും, ഒരു പുരോഹിതൻ എന്തെങ്കിലും പറ്റിയാൽ ഒരു പുരോഹിതനെ നോക്കിക്കോളും. പക്ഷെ അൽമായർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിനകത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നിൽക്കുന്ന ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വെയിലിട്ട തലകളെക്കാൾ അധികം കാണുന്നത് വെയിലിടാത്ത തലകളാണ്. അതും വൈദിക വേഷധാരികളല്ലാത്തവരെക്കാൾ കൂടുതലുള്ള അവരെക്കാൾ കൂടുതൽ വൈദിക വേഷം സന്യസ്ത വേഷം ധരിക്കാത്ത ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഇടയൻ വിളിച്ചാൽ ആടുകൾ വരുമോ ഇല്ലയോ എന്ന് സംശയമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ തൊടുപുഴയിൽ കത്തോലിക്ക സഭ. ഈ സഭ നമ്മുടെ മാതാവാണെന്നും ഈ സഭയെ അടുക്കുമ്പോൾ അജഗണം മുഴുവൻ വേദനയേൽക്കുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വരവ് എന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ വിദേശികൾ എന്ന് വിളിച്ച് നമുക്ക് സിസ്റ്റേഴ്സ് വിശദീകരണം നൽകാൻ വായ തുറക്കാൻ അനുവദിക്കാത്തതിന്റെ ഒരു പ്രതിഷേധം കൂടിയായിട്ടാണ് നമ്മൾ ഇവിടെ വായ മൂടിക്കെട്ടി. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പൗരന്റെ വായ മൂടിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ അത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഭരണഘടനയുടെ വായ മൂടിക്കെട്ടുന്ന ഒരു വലിയ അപകടത്തിലേക്കും കൂടി നമ്മളെ അത് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. റിലീജിയസ് ഫ്രീഡം ആർട്ടിക്കിൾ 25. ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ കുറിച്ച് സംസാരിക്കാനും ഇഷ്ടംപോലെ ആ മതത്തെ കുറിച്ച് സംസാരിച്ച് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മറ്റ് അരുണാചൽ പ്രദേശിലും എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു മലയാളമാണെന്ന് പറയുന്നത് പോലെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു സന്യാസിനിയോ ഒരു പുരോഹിതനോ ഉണ്ടായിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജയിലിൽ കിടക്കാനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ മരിക്കാനും ഒക്കെ അവർ റെഡിയായതുകൊണ്ടാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതമാണ് ഞങ്ങൾ ജനിച്ച നാടും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും മാത്രം അടങ്ങുന്ന കുടുംബവും നാടും അല്ലെങ്കിൽ കേരളം ജനിച്ച സ്ഥലം ഏതോ അവിടെ എന്നുള്ളത് വിട്ടിട്ട് വിശാലമായ ഒരു സ്ഥലത്തേക്ക് കടക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്ത ബോധപൂർവം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ഏറ്റെടുത്ത ഈ ബ്രഹ്മചര്യ വ്രതമാണ് ഞങ്ങളെ ഇങ്ങനെ ലോകത്തിന്റെ അതിർത്തിയോളം പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, മതപരിവർത്തനം. അതിന് പിതാവ് പറഞ്ഞു മനപരിവർത്തനമാണെന്ന്. ഞാനും അത് ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനപരിവർത്തനം ഒരു മനുഷ്യനെ ഇത്തരത്തിൽ വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, ഒരു നേരം പോലും കൃത്യമായ ആഹാരം കഴിക്കാനില്ല, ഒരു തരത്തിലും മനുഷ്യൻ എന്ന് പേരിട്ട് വിളിച്ച് കുലീനതയോടുകൂടി അന്തസ്സോടുകൂടി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത വിധം മേലാളിത്തത്തിന്റെയും അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെയും അടിമത്തത്തിൽ കിടന്ന് ഈ ചെരുപ്പിനടിയിൽ അരങ്ങെത്തിയിരുന്ന പുഴുവിനെ പോലെ ജീവിക്കുന്ന മനുഷ്യമക്കൾ ലോകത്തിൽ എവിടെയുണ്ടോ അവർക്ക് അസ്തിത്വം കൊടുക്കാൻ, മനുഷ്യനെന്ന് പേരിട്ട് അവരെ വിളിക്കാൻ തക്ക വിധത്തിൽ അവർക്ക് ജീവൻ കൊടുക്കാൻ ഞങ്ങൾ സമർപ്പിത് ഏത് ലോകത്തിന്റെ അതിർത്തി വരെയും പോകാൻ റെഡിയാണ് എന്നുള്ള കാര്യം ഇവിടെ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾ എവിടെയാണ് വന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്തു? ഈ മതപരിവർത്തനത്തിനാണ് നിങ്ങൾ മതപരിവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാവരും റെഡിയാണ്. ഈ 2-3 ദിവസങ്ങളിൽ എനിക്കുള്ളിൽ കൊതി തോന്നി, അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അവരോടൊപ്പം ജയിലിൽ കിടക്കാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ. അതുകൊണ്ട് ഈ പ്രസംഗം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലും തരത്തിൽ മനപരിവർത്തനത്തെ നിങ്ങൾ മതപരിവർത്തനം എന്ന് പേരിട്ട് വിളിച്ചിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. പൗലോസും സീലാസും ജയിലിൽ കിടന്ന സമയത്ത് ജയിലിന്റെ ആളുകളെ തുറക്കപ്പെട്ടു. അപ്പോൾ ഇവര് വന്ന് പാറാവുകാർ വന്ന് പേടിച്ചു വിറച്ച് ഇവര് ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് ഭയന്ന് പേടിച്ചു വിറച്ച് അരയിൽ കിടന്ന വാളെടുത്ത് സ്വയം കുത്തി മരിക്കാൻ റെഡിയാകുന്ന സമയത്ത് പൗലോസ് വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്: സഹോദരരെ, നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്നെ കേൾക്കുന്ന സമർപ്പിതരല്ലാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഞങ്ങളോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഇതേ പറയാനുള്ളൂ. ലോകത്തിൽ എവിടെ അഗതികളുണ്ടോ, എവിടെ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ടോ, എവിടെ പാവപ്പെട്ട മനുഷ്യന് മുതലാളികളെ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട് നിവർന്നു നിൽക്കാൻ കഴിയാതെ പറ്റുന്നുണ്ടോ, എവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിശബ്ദനാക്കപ്പെടുന്നുണ്ടോ, എവിടെ കുഷ്ഠരോഗിയുണ്ടോ, എവിടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുണ്ടോ, അവിടെ ഞങ്ങൾ സമർപ്പിതരുണ്ടാകും. ഞങ്ങൾ ഉണ്ടാകും ഈ നാട്ടിൽ. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ജയിലിലടയ്ക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ നാമവിളി പറയാം, നിങ്ങൾക്ക് ഞങ്ങളെ മുഴുവനാവരെ തീയിട്ട് ചുട്ടരിക്കാം. ഗ്രഹാൻസിനെ ചുട്ടരിച്ച അന്ന് 13 വയസ്സുകാരനായ മനുഷ്യൻ ഇന്ന് ക്രിസ്തുമതം സ്വീകരിച്ചു. റാണിമയെ ഇഞ്ചിഞ്ചായ കുറ്റപ്പെടുത്തിയ സമന്തർ സിംഗ് ഇന്ന് ക്രിസ്ത്യാനിയാണ്. ഇതിനെയാണ് നിങ്ങൾ മലയെ കൊടവയോർക്കണമെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് അപകടമാണ്. ഞങ്ങളെ തൊഴിച്ചാൽ ഞങ്ങളല്ല, ദൈവം ഇടപെട്ട് നിങ്ങളെ മലപരിവർത്തനം നടത്തിയിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ സന്യസ്തരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ആത്മവീര്യം ഒട്ടും ചോർന്നു പോകരുത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതിനേക്കാൾ അഭിമാനം മറ്റൊന്നിലുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇനിയും പാവങ്ങൾക്ക് വേണ്ടി, അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്കും മറ്റ് എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ, ജയിലിൽ പോകാൻ, നാവ് പിഴുതെറിയപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. താങ്ക് യു.